Welcome students. I am Naiju M. Thomas from St. Dominic's College, Kajirappalli. In the topic correlation. Fourth module correlation and regression. Fourth module correlation concept start. Correlation is related to something relation. A correlation measures the degree of relationship between the variables. Okay. Suppose we have two variables x and y. Let x denotes the heights of students and y denotes the weights of students in the same class. അതായത് ഒരേ ക്ലാസ്സിലെ തന്നെ സ്റ്റുഡൻസിൻ്റെ ഹൈറ്റ്സിനെ എക്സ് എന്നും അവരുടെ വെയ്റ്റ്സിനെ വൈ എന്ന് ഡിനോട്ട് ചെയ്തു. നമുക്കറിയേണ്ടത് അവർ തമ്മിലുള്ള റിലേഷൻ എന്തുമാത്രമാണെന്നുള്ള. Sometimes we can say that as x increases, y may also increase, or as x decreases, y may also decrease. Then we say that there is positive correlation or direct correlation. അതായത് ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വെയിറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഹൈറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ വെയിറ്റും ഡിക്രീസ് ചെയ്യുന്നു. ആ സിറ്റുവേഷൻ വിളിക്കുന്നവരാണ് പോസിറ്റീവ് കോറിലേഷൻ. It means if the variables move in the same direction, then we call it as positive correlation or direct correlation. In the same way, sometimes as x increases, y may decrease, or as x decreases, y may increase. അതായത് ഹൈറ്റ് കൂടുമ്പോൾ ചിലപ്പോൾ വെയിറ്റ് കുറയാം, അല്ലെങ്കിൽ ഹൈറ്റ് കുറയുമ്പോൾ വെയിറ്റ് കൂടാം. ആ സിറ്റുവേഷൻ വിളിക്കുന്നവരാണ് നെഗറ്റീവ് കോറിലേഷൻ അല്ലെങ്കിൽ ഇൻവേഴ്സ് കോറിലേഷൻ എന്ന് പറയും. ഓക്കെ, ഒന്നുകൂടെ പറയാം. കോറിലേഷൻ മെഷേഴ്സ് ദ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വേരിയബിൾസ്. ഇവിടെ നമ്മളെടുത്ത് ഹൈറ്റും വെയിറ്റും ആണ് എക്സും വൈയുടെ അടുത്ത്. രണ്ട് വേരിയബിൾസും ഒരേ ഡയറക്ഷൻ മൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മളതിനെ പോസിറ്റീവ് കോറിലേഷൻ അല്ലെങ്കിൽ ഡയറക്റ്റ് കോറിലേഷൻ വിളിക്കും. രണ്ട് വേരിയബിൾസും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നമ്മളതിനെ നെഗറ്റീവ് കോറിലേഷൻ അല്ലെങ്കിൽ ഇൻവേഴ്സ് കോറിലേഷൻ എന്ന് വിളിക്കും. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കലി അനലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് കാൾ പിയേഴ്സൺ കോറിലേഷൻ കോഎഫിഷ്യന്റ്, അല്ലെങ്കിൽ നമ്മളതിനെ പിയേഴ്സൺസ് കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയും. നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ആർ എക്സ് വൈ. ആർ ഡിനോട്ട്സ് കോറിലേഷൻ ബിറ്റ്വീൻ ദ വേരിയബിൾസ് എക്സ് ആൻഡ് വൈ. അത് നമ്മൾ സഫിക്സ് ആയിട്ട് എഴുതും. ആർ എക്സ് വൈ. ആർ എക്സ് വൈ എന്ന് പറഞ്ഞാൽ കോവേരിയൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ. കോവേരിയൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ജോയിന്റ് വേരിയേഷൻ ഓഫ് എക്സ് ആൻഡ് വൈ. എക്സ് വാല്യൂസ് അവരുടെ മീൻ എക്സ് ബാറിന് എന്തുമാത്രം ഡീവിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു, ഒപ്പം തന്നെ വൈ വാല്യൂസ് അവരുടെ മീൻ വാല്യൂ വൈ ബാർ എന്തുമാത്രം ഡീവിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ ഒരു ജോയിന്റ് മെഷറാണ് കോവേരിയൻസ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നിങ്ങൾക്ക് അറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ. നമ്മൾ ഫോർമുല എഴുതുമ്പോൾ 1/n സിഗ്മ xi minus x bar into yi minus y bar divided by 1/n sigma xi minus x bar square root of into 1/n sigma yi minus y bar square. ഇതാണ് ഫോർമുല. മുകളിൽ എഴുതിയിരിക്കുന്നത് കോവേരിയൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ. ഇത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ്, ഇത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ. നമ്മളതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ മാറ്റി എഴുതാൻ പറ്റും. 1/n സിഗ്മ xi yi മൈനസ് എക്സ് ബാർ വൈ ബാർ ഡിവൈഡഡ് ബൈ 1/n സിഗ്മ xi സ്ക്വയർ മൈനസ് എക്സ് ബാർ സ്ക്വയർ റൂട്ട് ഓഫ് ഇൻറ്റു 1/n സിഗ്മ yi സ്ക്വയർ മൈനസ് വൈ ബാർ സ്ക്വയർ റൂട്ട് ഓഫ്. അപ്പോൾ ഇതാണ് ഈ രണ്ടിൽ ഏതൊരു ഫോമുല വേണമെങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഉപയോഗിക്കാം. കൂടുതൽ നമ്മൾ കൺവീനിയൻറ്റ് ഉപയോഗിക്കുന്നത് സെക്കൻഡ് ഫോമുല ആയിരിക്കും, പറഞ്ഞായിരിക്കും. ഏതാണ് ഉപയോഗിച്ച് പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് കോറിലേഷൻ കാണുന്നത്. ഇതാണ് കോറിലേഷൻ കണ്ടുപിടിക്കാനുള്ള മാത്തമാറ്റിക്കൽ ഫോമുല. It is developed by Carl Pearson. അതുകൊണ്ടാണ് നമ്മൾ അതിനെ കാൾ പിയേഴ്സൺസ്
കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. ഇനി ഈ കാൾ പിയേഴ്സൺ കോറിലേഷൻ കോഎഫിഷ്യന്റ് RxY ഇതിന്റെ വാല്യൂ എപ്പോഴും -1 +1 ഇടയ്ക്കായിരിക്കും. R lies between -1 and +1. ഇനി നമ്മൾ പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആറിന്റെ വാല്യൂ 0ക്കും 1നും ഇടയ്ക്കാണെങ്കിൽ നമ്മൾ അതിനെ പോസിറ്റീവ് കോറിലേഷൻ തന്നെ പറയും. That means if R lies between 0 and 1 then we call it as positive correlation. നമ്മൾ നേരത്തെ പറഞ്ഞ പോസിറ്റീവ് കോറിലേഷൻ. അതുപോലെ നമ്മൾ പ്രൂവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആറിന്റെ വാല്യൂ -1നും 0ക്കും ഇടയ്ക്കാണെങ്കിൽ we call it as നെഗറ്റീവ് കോറിലേഷൻ അല്ലെങ്കിൽ ഇൻവേഴ്സ് കോറിലേഷൻ. നമ്മൾ അങ്ങനെയാണ് ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. നമ്മൾ പ്രൂവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടിയ ആറിന്റെ വാല്യൂ 0ക്കും 1നും ഇടയ്ക്കാണെങ്കിൽ നമ്മൾ പറയും പോസിറ്റീവ് കോറിലേഷൻ ആണുള്ളത്. നമുക്ക് കിട്ടിയ ആറിന്റെ വാല്യൂ -1നും 0ക്കും ഇടയ്ക്കാണെങ്കിൽ we call it as നെഗറ്റീവ് കോറിലേഷൻ. ഇനി ആറിന്റെ വാല്യൂ 0 കിട്ടിയെങ്കിൽ അതിന്റെ അർത്ഥം there is no linear relationship between the variables. x ഉം y തമ്മിൽ ലീനിയർ റിലേഷൻഷിപ്പ് ഒന്നുമില്ല. അതുകൊണ്ടാണ് ആറിന്റെ വാല്യൂ 0 കിട്ടുന്നത്. അതുപോലെ ആറിന്റെ വാല്യൂ നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് ഞാൻ പറഞ്ഞ R -1 മുതൽ +1 വരെയാണ് മൂവ് ചെയ്യുന്നത്. നമ്മൾ പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആറിന്റെ വാല്യൂ കൃത്യം +1 ആണ്. നമുക്ക് ആറിന്റെ വാല്യൂ അതിന്റെ മാക്സിമം വാല്യൂ തന്നെ കിട്ടി +1. എന്നാൽ നമ്മൾ പറയും there is perfect പോസിറ്റീവ് കോറിലേഷൻ. നമുക്ക് ഡാറ്റ എടുത്ത് ചെയ്ത് കഴിയുമ്പോൾ RxYയുടെ വാല്യൂ +1 തന്നെ കിട്ടുവാണെങ്കിൽ there is perfect പോസിറ്റീവ് കോറിലേഷൻ. അതുപോലെ തന്നെ RxYയുടെ വാല്യൂ -1 കിട്ടുവാണെങ്കിൽ there is perfect നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയും. അതിന് പ്രോബ്ലം ഡാറ്റ വെച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടിയ ആറിന്റെ വാല്യൂ അതിന്റെ മിനിമം വാല്യൂ ആ -1 തന്നെ കിട്ടുവാണെങ്കിൽ ആ സിറ്റുവേഷൻ എന്ന് പറയും അവിടെ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ ഉണ്ടെന്ന്. ഈ ഒരു എക്സാമ്പിൾ ചെയ്യാം, അപ്പം കുറച്ചുകൂടെ ക്ലിയർ ആവും. ഒരു ഡേറ്റ എഴുതുവാണ് XY എക്സും വൈയും ഡാറ്റ ഒരു ഫാക്ടറിയിലെ 6 ഐറ്റംസ് സെലക്ട് ചെയ്തിട്ട് ആ ഐറ്റംസിന്റെ ലെങ്ത് ആണ് എക്സ്, ആ ഐറ്റംസിന്റെ വെയിറ്റ് ആണ് വൈ. ഓക്കെ, എക്സ് വാല്യൂസ് 3, 5, 6, 7, 10, 11. 3, 5, 6, 7, 10, 11. Y values 8, 12, 11, 14, 16, 17. Okay. 8, 12, 11, 14, 16, 17. അപ്പം എക്സ് എന്ന് പറയുന്ന ഫാക്ടറിയിലെ 6 ഐറ്റംസിന്റെ ലെങ്ത് ആണ് ഓരോന്നും. x1, x2, x3, x4, x5, x6. അതുപോലെ y1, y2, y3, y4, y5, y6 എന്ന് പറഞ്ഞാൽ ആ 6 ഐറ്റംസിന്റെ വെയിറ്റ് ആണ്. അപ്പോൾ ഇത് ലെങ്ത്, ഇത് വെയിറ്റ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സും വൈയും തമ്മിലുള്ള റിലേഷൻ, അതായത് ലെങ്തും വെയിറ്റും തമ്മിൽ റിലേഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ടേബിൾ നമുക്ക് വരയ്ക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള എല്ലാം ടേബിളിനകത്ത് തരണം. നമ്മൾ ഫോമുല നോക്കിയപ്പോൾ നമുക്കറിയാം, ഞാൻ എക്സിനെ എക്സ് ഐ എന്ന് വിളിക്കുകയാണ്. നമ്മൾ ഉദ്ദേശിച്ച എക്സ് ഐ എന്നാണല്ലോ നമ്മൾ ഫോമുല എഴുതിയപ്പോൾ ഞാൻ എക്സ് ഐ എന്ന് വിളിച്ചു. ഇത് എക്സ് ഐ വാല്യൂസ്, ഇത് വൈ ഐ വാല്യൂസ്. പിന്നെ നമുക്ക് ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടത് എക്സ് ഐ സ്ക്വയർ വേണം. നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാൻ വേണ്ടി എക്സ് ഐ സ്ക്വയർ വേണം, അതുപോലെ വൈ ഐ സ്ക്വയർ വേണം, അതുപോലെ എക്സ് ഐ വൈ ഐ വേണം. അപ്പോൾ ഇത്രയും വാല്യൂസ് നമുക്ക് വേണം. അതിൻ്റെ ടോട്ടലാണ് ഞാൻ താഴെ എഴുതുന്നത്, എല്ലാത്തിൻ്റെ സമ്മേഷൻ. ഞാൻ ഈ വാല്യൂസ് ഇങ്ങോട്ട് എഴുതുന്നില്ല, നിങ്ങൾക്ക് അറിയാം. എക്സ് ഐ അറിയാം, അപ്പോൾ ഈ ഓരോ വാല്യൂസ് ഇവിടെ എഴുതുക. എക്സ് ഐയുടെ സ്ക്വയർ, അതായത് 9, 25 എക്സെട്ര ഇങ്ങോട്ട് എഴുതുക. അതുപോലെ വൈ ഐ സ്ക്വയർ, ഇതിൻ്റെ വാല്യൂ 8ന്റെ സ്ക്വയർ 64, അങ്ങനെ 144 അങ്ങനെ എഴുതുക. അതുപോലെ ഇവിടെ എക്സ് ഐ വൈ 8 × 3 × 8 24 എക്സെട്ര അങ്ങനെ എഴുതുക. ഇങ്ങനെ സമ്മേഷൻ കിട്ടിയ വാല്യൂസ് മാത്രം എഴുതാം. എക്സ് വാല്യൂസിൻ്റെ സം 42, സിഗ്മ എക്സ് ഐ 42, സിഗ്മ വൈ ഐ 78, സിഗ്മ എക്സ് ഐ സ്ക്വയർ 340, സിഗ്മ വൈ ഐ സ്ക്വയർ 1070 ആൻഡ് സിഗ്മ എക്സ് വൈ 595.
42, 78, 340, 1070, 595. ഇത് ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് നേരെ ഫോമിലേക്ക് അപ്ലൈ ചെയ്യാം. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ആവശ്യമുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് എടുത്താൽ മതി. നമുക്ക് ആദ്യം എക്സ് ബാർ വേണം അല്ലേ? എക്സ് ബാർ നമുക്ക് വേണം. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ സിഗ്മ എക്സ് ഐ ഡിവൈഡ് ബൈ എൻ. 42 ഡിവൈഡ് ബൈ നമുക്ക് ആകെ 6 ഐറ്റംസ് ഉണ്ട്. 6 7. അതുപോലെ വൈ ബാർ സിഗ്മ വൈ ഐ ഡിവൈഡ് ബൈ എൻ, അതായത് 78 ഡിവൈഡ് ബൈ 6 13. ബാക്കി നിങ്ങൾക്ക് ചെയ്യാം. നേരെ ഫോമിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സിഗ്മ എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് √7.67 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ്. അതുപോലെ സിഗ്മ വൈയുടെ വാല്യൂ കിട്ടുന്ന √9.33. അതുപോലെ കോവേരിയൻസ് ബിറ്റ്വീൻ കോവേരിയൻസ് ബിറ്റ്വീൻ എക്സ് വൈ എന്ന് പറഞ്ഞാൽ കിട്ടുന്നത് 8.17. എല്ലാം കിട്ടി. എക്സ് ബാർ വൈ ബാർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ കോവേരിയൻസ് എല്ലാം ഉണ്ട്. ഫോമിൽ ചെയ്യാൻ നമുക്ക് ഇത്രയും മതി. ഇത് രണ്ട് നമ്മൾ ഉപയോഗിച്ച് ഇത് കാണാൻ വേണ്ടി നമ്മൾ എടുത്താണ് എക്സ് ബാറും വൈ ബാറും. നമുക്ക് ഇത് 3 മതി. ഇനിയിപ്പോൾ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മുടെ ഫോമിൽ 6x വയ്ക്കാത്ത കോവേരിയൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ. നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടുന്ന 0.97 കിട്ടും കോറിലേഷൻ്റെ വാല്യൂ. അപ്പോൾ അതിൽ നിന്നെല്ലാം പറയാൻ പറ്റും നമുക്ക്. കോറിലേഷൻ വാല്യൂ 0.97 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി നിയർ ടു 1. കാരണം കോറിലേഷൻ്റെ വാല്യൂ ഞാൻ പറഞ്ഞു -1നും +1നും ഇടയ്ക്കാണ് കിടക്കുന്നത്. നമുക്ക് കിട്ടിയ വാല്യൂ 0.97 എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം 1ൻ്റെ അടുത്തേക്കാണ്. പക്ഷെ 1 ആയിട്ടില്ല. 1ൻ്റെ അടുത്തേക്ക് ആണ്. അത് മാത്രമല്ല 0ക്ക് അപ്പുറത്തേക്കുമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയും there is very high positive correlation. എക്സും വൈയും തമ്മിൽ, അതായത് ലെങ്തും വെയിറ്റും തമ്മിൽ വളരെ നല്ല വെരി ഹൈ പോസിറ്റീവ് കോറിലേഷൻ ഉണ്ടെന്ന് പറയാൻ പറ്റും. ഇങ്ങനെയാണ് കോറിലേഷൻ നമ്മൾ ഡാറ്റ ഉപയോഗിച്ച് കണ്ടുപിടിച്ച് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. നിങ്ങൾ വീഡിയോകളൊന്ന് കൃത്യമായിട്ട് പോവുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ബാക്കി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ.